സ്റ്റാൻഡിങ് ബ്രിഡ്ജ് ട്യൂട്ടോറിയൽ. സ്റ്റാൻഡിങ് ആയി നിന്ന് എങ്ങനെ ബ്രിഡ്ജ് പുഷിലേക്ക് പോകാം എന്ന് നമുക്ക് പഠിക്കാൻ നോക്കിയാലോ. ആദ്യം ബേസിക്സ് ആയിട്ട് നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്യാൻ അറിയണം, എങ്കിലേ ഈ മൂവ്മെൻറ്റ്സ് പഠിക്കാൻ കഴിയുള്ളൂ. സോ ഫസ്റ്റ് നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന മുമ്പ് നന്നായി വാമപ്പ് ചെയ്യണം. ആദ്യം ഷോൾഡറിനുള്ളത് ഇതേപോലെ ഷോൾഡർ ഓപ്പണിംഗ് വർക്കൗട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു മൂവ്മെൻറ്റ്സും പ്രാക്ടീസ് ചെയ്യാം. ഇത് മസ്റ്റായിട്ടും ബ്രിഡ്ജ് ചെയ്യുന്ന മുമ്പ് ചെയ്യണം. അത് നോർമൽ ബ്രിഡ്ജ് ആണെങ്കിൽ പോലും ഈ ഒരു എക്സസൈസ് ചെയ്യണം. അതുപോലെ തന്നെ കോബ്ര പോസ് ടു പൈക്ക് പൊസിഷൻ ഈ ഒരു മൂവ്മെൻറ്റ്സും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ ലോവർ ബാക്കിന് അധികം സ്ട്രെയിൻ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നാണ് റിലാക്സിങ് പോസിലേക്ക് ഇങ്ങനെ പോയിട്ടുള്ള ഇങ്ങനെ രണ്ട് ലെഗും ഇതേപോലെ ബെൻഡ് ചെയ്ത് ഹെഡിലോട്ട് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ടച്ച് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്ട്രെച്ച് പോലെയാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ ക്യാറ്റ് കൗ. ഈ ഒരു വാമപ്പ് രീതി മസ്റ്റായിട്ടും ഇതിന് ചെയ്യണം, അല്ലെങ്കിൽ ഇഞ്ചുറി ആവാനും ഒക്കെ സാധ്യതയുള്ളതാണ്. സോ ഇത് കഴിഞ്ഞിട്ട് നോർമൽ ബ്രിഡ്ജ് പ്രാക്ടീസ് ചെയ്യാം, ഒരു 5 ടൈംസെങ്കിലും ചെയ്യാം. അതിനുശേഷം നമ്മൾ വാളിലേക്ക് വരാം. വാളിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ നിങ്ങൾ എപ്പോഴും ഷോൾഡർ വിഡ്ത്തിൽ നിന്ന് കുറച്ച് ലെഗ്സ് ഔട്ട് ചെയ്ത് വെക്കണം. ഒരുപാട് ഷോൾഡർ വിഡ്ത്തിലേക്ക്, അതായത് കറക്റ്റ് ഷോൾഡർ വിഡ്ത്തിൽ ലെഗ്സ് വെക്കരുത്, കുറച്ച് പുറത്തയക്കണം. എത്രത്തോളം നിങ്ങളെ ഹിപ്പ് ഫ്രണ്ടിലോട്ട് ത്രസ്റ്റ് ചെയ്യുന്ന അത്രത്തോളം ബോഡി ബാലൻസ് ആവും. ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. ഹിപ്പ് ത്രസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് പൊസിഷൻ നിൽക്കുക, ഹിപ്പ് ത്രസ്റ്റ് ചെയ്യുക. ഇതേപോലെ വാളിൽ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ കംഫർട്ടബിൾ ആവുന്നതനുസരിച്ച് കൈ താഴോട്ട് ഇങ്ങനെ വെക്കുക. ഇതേപോലെ വെക്കുക. പിന്നെ ചെയ്യേണ്ടതാണ്, കുറച്ച് താഴോട്ട് എത്തിക്കഴിഞ്ഞാൽ, സെൻറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ വെച്ച ശേഷം നിങ്ങൾ ഇതേപോലെ സ്റ്റെപ്പ് ചെയ്യുക. താഴോട്ട് സ്റ്റെപ്പ് ചെയ്ത് ബ്രിഡ്ജിലോട്ട് പോവുക. അത് കഴിഞ്ഞാൽ അതേപോലെ അതിൻ്റെ റിട്ടേൺ വാക്ക് ചെയ്തുകൊണ്ട് സ്റ്റാൻഡ് ചെയ്യാം. ഇതൊരു എക്സസൈസ് പോലെ നന്നായി പ്രാക്ടീസ് ചെയ്യണം, എങ്കിലേ അടുത്ത ലെവലിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഇത് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ തന്നെയാണ് സ്റ്റാൻഡിങ് ബ്രിഡ്ജ് നമുക്ക് ഈസി ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ലോഡായിരിക്കും. ഹിപ്പ് ത്രസ്റ്റ് ചെയ്യുക, കൈ വെക്കുക. ഇതേപോലെ ചെറിയ ഹൈറ്റിലും പ്രാക്ടീസ് ചെയ്യാം. ഈസി ആയി കഴിഞ്ഞാൽ ഫ്ലോറിലോട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി കാണാം. ബൈ.